കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന തർക്കങ്ങൾ കാരണം ഏഷ്യാകപ്പിൽ നിന്നും ടീം ഇന്ത്യ പിന്മാറുമെന്ന് അഭ്യൂഹമുണ്ടായിരുന്നു. ഇതോടൊപ്പം ഏഷ്യാകപ്പിന്റെ ഭാവിയും ഇരുട്ടിലായിരുന്നു. പാകിസ്ഥാനുമായുള്ള വർദ്ധിച്ചുവരുന്ന തർക്കം കാരണം ഇന്ത്യൻ ടീം പാകിസ്ഥാനെ ഒരു ടൂർണമെന്റിലും നേരിടാൻ BCCI ആഗ്രഹിക്കുന്നില്ല എന്നും റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിരുന്നു. അതിനാൽ തന്നെ ഇന്ത്യ ഈ ടൂർണമെന്റിൽ നിന്നും പിന്മാറുമെന്നും വാർത്തകൾ നിറഞ്ഞു നിന്നിരുന്നു. എന്നാൽ ഈ ഊഹാപോഹങ്ങൾക്കിടയിൽ ഇപ്പോൾ ഏഷ്യാകപ്പിൽ ഇന്ത്യ പങ്കെടുക്കുമോ ഇല്ലയോ എന്ന് ഇപ്പോൾ വ്യക്തമായിട്ടുണ്ട്. ഏഷ്യാകപ്പിനെ കുറിച്ച് ഒരു പുതിയ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. അതനുസരിച്ചാണെങ്കിൽ ഇന്ത്യ ഈ ടൂർണമെന്റിൽ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത്. ഏഷ്യാകപ്പ് നടക്കുമോ ഇല്ലയോ എന്നതിനെക്കുറിച്ച് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി അഭ്യൂഹങ്ങൾ ഉണ്ടായിരുന്നു. ഇത്തവണത്തെ ഏഷ്യാകപ്പ് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസങ്ങളിൽ UAEയിൽ വെച്ചാണ് നടക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള യുദ്ധസമാനമായ സാഹചര്യം കാരണം ഏഷ്യാകപ്പ് റദ്ദാക്കാൻ സാധ്യതയുണ്ടെന്ന് നേരത്തെ റിപ്പോർട്ടുകളൊക്കെ പരന്നിരുന്നു. എന്നാൽ ഇപ്പോൾ ഇതനുസരിച്ച് ഒരു വലിയ അപ്ഡേറ്റ് ആണ് പുറത്തു വന്നത്. UAEയിലെ ഒരു നിഷ്പക്ഷ വേദിയിലായിരിക്കും ഏഷ്യാകപ്പ് സംഘടിപ്പിക്കുക എന്നാണ് പറയപ്പെടുന്നത്. വരാനിരിക്കുന്ന 2020 ലോകകപ്പ് കണക്കിലെടുത്ത് ഈ ടൂർണമെന്റ് 2020 ഫോർമാറ്റിലാകും നടക്കുക. ഫോബ്സിന്റെ പുതിയ റിപ്പോർട്ട് അനുസരിച്ച് എല്ലാം ശരിയായി നടന്നാൽ 2025 ഏഷ്യാകപ്പ് UAEയിൽ സംഘടിപ്പിക്കാൻ കഴിയുമെന്നാണ് അതിൽ വ്യക്തമാക്കുന്നത്. എന്നാൽ ഇന്ത്യ അതിൽ പങ്കെടുക്കുമോ എന്ന ചോദ്യം ഇപ്പോഴും നിലനിൽക്കുകയാണ്. അതിനാൽ തന്നെ ഫോബ്സിന്റെ റിപ്പോർട്ട് പ്രകാരം ഈ ടൂർണമെന്റിൽ നിന്ന് BCCI ഇന്ത്യയുടെ പേര് പിൻവലിക്കില്ലെന്ന് ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ ഉദ്യോഗസ്ഥർ പറയുന്നുണ്ട്. എന്നാൽ BCCI ആകട്ടെ ഇതുവരെ ഒരു പ്രസ്താവനയും ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയിട്ടില്ല. നിലവിൽ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിലിന്റെ പ്രസിഡന്റ് പാകിസ്ഥാൻ ക്രിക്കറ്റ് ബോർഡ് ചെയർമാനായ മൗസിൻ നഖ്വിയാണ്. ഏഷ്യാകപ്പിൽ ഇന്ത്യ പങ്കെടുക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവിന്റെ നേതൃത്വത്തിലാകും ടീം ഇന്ത്യ UAEയിലേക്ക് പോവുക. സൂര്യ നിലവിൽ ഇന്ത്യൻ 2020 ടീമിന്റെ ക്യാപ്റ്റനാണ്. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന എല്ലാ പരമ്പരകളിലും ഇന്ത്യ വിജയിച്ചിട്ടുണ്ട്. ഇക്കാരണത്താൽ ഈ ടൂർണമെന്റിൽ സൂര്യയെ ക്യാപ്റ്റനായി തന്നെ തുടരാൻ ബോർഡ് അനുവദിക്കും. കൂടാതെ അക്ഷർ പട്ടേൽ ആകും വൈസ് ക്യാപ്റ്റൻ. ഏഷ്യാകപ്പിനുള്ള ഇന്ത്യൻ സാധ്യതാ ടീം നോക്കുകയാണെങ്കിൽ സൂര്യകുമാർ യാദവ് ആവും ക്യാപ്റ്റൻ. സഞ്ജു സാംസൺ വിക്കറ്റ് കീപ്പറായി ടീമിലുണ്ടാകും. അഭിഷേക് ശർമ്മ, തിലക് വർമ്മ, ധ്രുവ് ജൂറൽ, ഹർദിക് പാണ്ഡ്യ, റിങ്കു സിംഗ്, നിതീഷ് കുമാർ റെഡ്ഡി, അക്സർ പട്ടേൽ, വാഷിംഗ്ടൺ സുന്ദർ, ഹർഷിത് റാണ, അർഷദീപ് സിംഗ്, മുഹമ്മദ് സിറാജ്, വരുൺ ചക്രവർത്തി, രവി ബിഷ്ണോയ്. ഇങ്ങനെയായിരിക്കും ഇന്ത്യയുടെ സാധ്യതാ ടീം. കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.